ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ദ സൺറൈസ്. അപ്പോൾ കഴിഞ്ഞ വട്ടം വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പഴയ പഴയ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ഈ വട്ടം നമുക്ക് ഫ്രഷ് ആയിട്ടൊരു കാര്യം ഇന്നലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ദീപ്തി പറഞ്ഞു. ഞാൻ ആക്ച്വലി 10 days ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. ചേച്ചിയുടെ അടുത്ത് ദുബായ് വരെ പോയിണ്ടായിരുന്നു. ചേച്ചിയുടെ കുട്ടിയും പിന്നെ എൻ്റെ ഒരു മോളുണ്ട്. ഞങ്ങൾ മൂന്നാളും ദുബായിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ റിട്ടേൺ അവിടുന്ന് വന്നു. ആക്ച്വലി ഞാൻ അലോൺ ആയിരുന്നു, ട്രാവലിംഗ് വിത്ത് 1 infant. ഒരു ടോഡ്ലർ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ ലഗേജസ് ഉണ്ടായിരുന്നു. ലഗേജ് ചെക്ക് ഇൻ ബാഗിലൊക്കെ വിട്ടു. പിന്നെ എൻ്റെ കയ്യിൽ ഡ്യൂട്ടി ഫ്രീയുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. 2 polythenes ഉണ്ടായിരുന്നു. എന്നിട്ട് കുട്ടിയുടെ മെഡിസിൻ ഉണ്ടായിരുന്നു, ചെറിയ ആളുടെ കൃഷ്ണ ബേബിയുടെ മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് ദുബായ് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ഡ്യൂട്ടി ഫ്രീ പെർഫ്യൂംസ് വാങ്ങി. ആ കവറിൽ തന്നെ ഞാൻ ഈ കുട്ടിയുടെ മെഡിസിൻ്റെ പോലത്തിൻ അതിലേക്ക് വെച്ചു. അതാകുമ്പോൾ എനിക്ക് ഈസി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദുബായ് വരെ ഫ്ലൈറ്റ് കയറുന്നവരെ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി വെരി ഫൈൻ. എനിക്കൊരു സ്ട്രെസ്സും ഒരു ഇറിറ്റേഷനും അങ്ങനെ ഒന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. എങ്ങനെ ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തു ഇന്ത്യ ലാൻഡ് ചെയ്തതോടുകൂടി ഇറിറ്റേഷൻ സ്റ്റാർട്ടായി. ദ വെരി ഫസ്റ്റ് തിങ് വാസ്, ഞങ്ങൾക്കൊരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇതുണ്ട്, വൈറസ് സംതിങ് ഇസ് ഗോയിങ് ഓൺ. അപ്പോൾ അത് കാരണം കൊണ്ട് ദേ വാണ്ടഡ് ടു നോ ഞങ്ങൾ വേറെ ഏതെങ്കിലും എത്ര കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇഫ് യു ഹാവ് എനി മെഡിക്കൽ ഇഷ്യൂസ് ലൈക്ക് ഹെഡേക്ക്, ഫീവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൂട്ടീൻ ഫോളോ അപ്പ് പോലെ ഒരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്ത് കൊടുക്കണമായിരുന്നു. ദീപ്തി, അതിൽ തെറ്റായിട്ട് എന്തുള്ളത്? അതൊരു ഫോം തന്നു അല്ലേ? ഫോം ഫില്ല് ചെയ്തു. ദേ ആർ ട്രസ്റ്റിംഗ് ഓൺ യു ദീപ്തി. അല്ലെങ്കിൽ നീ ആലോചിച്ചു, നിനക്ക് അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ലൈൻ നിന്ന് അതിന് കാശും കെട്ടി പിന്നെ ആ ചെക്കപ്പ് ചെയ്ത് അതിന് റിസൾട്ട് വന്ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിഞ്ഞ് അത്രയും കഷ്ടപ്പെടുത്തിയില്ലല്ലോ. നീ അവിടെ പോയിട്ട് ഒരു ഫോം എഴുതി. ആ ഫോം എഴുതിയപ്പോൾ നീ ഡിക്ലെയർ ചെയ്ത് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ലേ? അല്ലേ? പിന്നെ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? പിന്നെ നെക്സ്റ്റ് ഒരു ബുദ്ധിമുട്ടില്ല. അതെ, അപ്പോൾ ഒരു 1 ഫോം തന്നു. ഓക്കെ, ആൻഡ് ഐ ഡിഡ്ന്റ് ഹാഡ് എനി പെൻ അങ്ങനെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ കുട്ടിയുണ്ട്, ചെറിയ ആള് 1 year old ബേബി, ആൻഡ് ഒരു മോളുണ്ട് 4 years old. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഉടനെ ഞങ്ങൾ ചെക്ക് ഇൻ, അതായത് എമിഗ്രേഷനിലേക്ക് പോകുമ്പം അവിടെ കുറേ ട്രോളീസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാഫിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ട്രോളി എടുക്കാൻ പറ്റും? അപ്പോൾ നോ മാം, ഇവിടെ എടുക്കാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ബെൽറ്റിലേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഓൾറെഡി എൻ്റെ കയ്യിൽ 2 polythenes, അതിൻ്റെ പുറകിലൊരു ബാക്ക് പാക്ക് ഉണ്ട്, കുഞ്ഞിൻ്റെ ഫുഡും ഫ്ലാസ്കും മിൽക്ക് പൗഡറും ഒക്കെ ക്യാരി ചെയ്തേക്കുന്ന ഒരു സംഭവമുണ്ട്. അതല്ലാതെ 2 bags കുഞ്ഞ് കയ്യിൽ, പിന്നെ മോളും ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണ് ഫോം ഫില്ല് ചെയ്യുന്നത്. അവരെ വെയിറ്റ് ചെയ്തു വേറെ പാസഞ്ചേഴ്സിൻ്റെ അതിന് പെൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇറ്റ് നിയർലി ടുക്ക് ലൈക്ക് ഹാഫ് ആൻ അവർ എനിക്ക് പെന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അവിടെ. ഫൈനലി നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയുള്ള ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നീ ആ ബിൽഡിംഗ് കണ്ട് എയർപോർട്ട് കണ്ട് അതിനുള്ള അവസരം ഗവൺമെന്റ് നിനക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യേണ്ടത്. പെന്നൊക്കെ എന്താണ് പെന്നൊക്കെ എന്ത്? അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ നീ അവിടെ ഇരിക്കണം. നീ ആ എയർപോർട്ടെല്ലാം ചുറ്റി കാണണം. പിന്നെ കുട്ടിക്ക് മോളെ നോക്കൂ, ആ ഫാൻ കണ്ടില്ലേ, മോനെ നോക്കൂ, AC കണ്ടില്ല, അങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കണം. ദീപ്തി, ഇങ്ങനെ എല്ലാത്തിനും തൊട്ടിനെ പിടിച്ച് കംപ്ലൈന്റ് പറയല്ലേ? പിന്നെ ഒരു പാൻ ചിലപ്പോൾ ഉണ്ടാവില്ല, നീ ക്യാരി ചെയ്യണം. എനിക്കറിയില്ലേ ഗായ്സ്, നിങ്ങളൊക്കെ സാധാരണ ഇപ്പൊ ഒരു മിനിമം ഒരു പെൻ ക്യാരി ചെയ്യില്ലേ? ഇവർക്ക് എന്താണ് പറയും? പിന്നെ എന്തുണ്ടായി? പിന്നെ ഞാൻ അവിടെ ഇരുന്നു, വെയിറ്റ് ചെയ്ത് പെൻ കിട്ടി. ഞാൻ ഒരു ഫോം ഫില്ല് ചെയ്തു. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള ഒരു കുട്ടിയും ഇൻഫൻറ്റുമാണ്, അവർക്ക് ഫോമിൻ്റെ ആവശ്യമില്ലല്ലോ. മീൻസ് ഞാനൊരു മെയിൻ ഗാർഡിയനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ലൈൻ നിന്നു. ഈ കുട്ടികളായിട്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എയർപോർട്ടിൽ. എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ട്, കുഞ്ഞുണ്ട്, ടോഡ്ലർ ഉണ്ട്, എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ലൈൻ നിന്നിട്ട് എന്നാൽ ഒരാൾ പോലും ഇന്ത്യക്കകത്ത് പറയുന്നില്ല, മാം യു പ്ലീസ് കം ഫോർവേഡ്, മാം ആദ്യം ചെയ്യും. നോ ബഡി ടേൺഡ് അപ്പ് ലൈക്ക് ദാറ്റ്. ബട്ട് അതേപോലെ ദുബായിലായിരുന്നെങ്കിൽ എന്നെ മീൻസ് അവിടെ ലൈൻ ഉണ്ടാവും. ഞാൻ അവിടെ എപ്പോൾ ഇമിഗ്രേഷനിൽ ചെന്നാലും, ഇപ്പോൾ എൻ്റെ 4th ടൈമാണ് വിസിറ്റ് ദുബായിലേക്ക്, എപ്പോൾ ചെന്നാലും എൻ്റെ കയ്യിൽ കുട്ടി ഉണ്ടാവും. കുട്ടീനെ കാണുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫ് വേഗം ഓപ്പൺ ചെയ്യും. അത് സ്ട്രേറ്റ് ഐ ക്യാൻ ഗോ ഡയറക്ട്ലി ടു ദ ഇമിഗ്രേഷൻ. അപ്പൊ തന്നെ എനിക്ക് റിലീവ് ആവാൻ പറ്റും.
നമുക്ക് ഇന്ത്യക്കാർക്ക് നമുക്ക് സമയം ലഭിക്കും. നിന്റെ കയ്യിൽ കുട്ടി ഉണ്ടോ, നീ ചാവാൻ പോകണം, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. നീ അവിടെ ലൈൻ നിൽക്കുകയാണെങ്കിൽ അവിടെ ലൈൻ നിന്നോണം. ഞാൻ ഫ്രണ്ടിൽ പോകും. അതിവിടെ വേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് സമയമില്ല. ഉള്ളത് പറയാനുണ്ടോ? ഉള്ളത് പറയാലോ, ഞങ്ങൾക്ക് സമയമില്ല. പ്ലീസ് ക്യാരി ഓൺ. യാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ലൈൻ നിന്ന് പോയി, കൊടുത്തു ഫോം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഇമിഗ്രേഷനിൽ സാർ പറയാ 3 ആളുടെ വേണം, ഞങ്ങൾക്ക് കുട്ടികളുടെയും വേണം. ഒബ്വിയസ്ലി ദീപ്തി, കുട്ടികളെയും വേണം. കുട്ടികൾ ഡിക്ലറേഷൻ ആര് ചെയ്യും? കുട്ടിക്ക് എത്താൻ പറ്റില്ല. അപ്പൊ നീ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നീ തന്നെ ഡിക്ലെയർ ചെയ്യണം. പക്ഷെ ഞങ്ങളത് വിശ്വസിക്കുന്നു ദീപ്തി. നീ എന്ത് ചെയ്ത് തരുന്നു, ഞങ്ങളത് വെള്ളം കുടിക്കാതെ ഞങ്ങളത് തൊട്ട് നനച്ചത് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ ഒരു ഒബ്ജക്ഷനും ഇല്ല. നീ എന്ത് തരുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ. ഞാൻ അതിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. എൻ്റെ കുട്ടികളാണ്, ഒരാൾ ചേച്ചിയുടെ കുട്ടിയാണ്, ഞങ്ങളുടെ കൂടെ തന്നെയാണ്. അപ്പം ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല വേറെ കൺട്രീസിൽ. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഈ കുഞ്ഞുങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടാവില്ല. ടു ബി ഫ്രാങ്ക്, ഇപ്പം നടന്ന് എന്തായാലും പോവില്ലല്ലോ. ചിലപ്പോ ആ കുട്ടി പോയിന് ഒറ്റയ്ക്ക്. ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾക്ക് എഴുതി തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഐ എം വെരി സോറി. ഞങ്ങളുടെ സിസ്റ്റം ഇങ്ങനെയാണ്. വെരി നൈസ് സിസ്റ്റം, വെരി നൈസ് കൺട്രി, വെരി ബെറ്റർ പ്ലേസ്. ഓക്കെ, അവനെ കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ കൊടുത്തു. അപ്പോൾ ഒരു പണിക്ക് നോ മാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഹി വാസ് വെരി പൊലൈറ്റ്. എന്നിട്ട് പറഞ്ഞു മാം ഡോണ്ട് ബി ഇൻ എ ഹറി, യു ക്യാൻ സിറ്റ് ദേർ. അവിടെ ഇരുന്ന് മാം പതിയെ ടൈം എടുത്തിട്ട് ചെയ്താൽ മതി. ബിക്കോസ് ഓൾറെഡി ഐ എം ഫ്രസ്ട്രേറ്റഡ് ബിക്കോസ് 1 hour ഡിലേ ആയിരുന്നു ഫ്ലൈറ്റ്. ആൻഡ് ഫ്ലൈറ്റ് ഏതായിരുന്നു? സ്പൈസ് ജെറ്റിൽ ചെന്നപ്പം നമുക്ക് കുടിക്കാനില്ല, കഴിക്കാനില്ല, ഒന്നുമില്ല. ഫുഡ് ഓൾറെഡി പ്രീ ബുക്ക്ഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ വെയിറ്റ് ചെയ്തു. ഫുഡ് ഇപ്പോൾ വരും നോക്കട്ടെ. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര കളിയും ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ സംസാരിച്ചിട്ടു. അപ്പോൾ ഞാൻ അവർ വിളിച്ചു മാം എൻ്റെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീ ബുക്ക് ആകുമ്പോൾ. അപ്പോൾ ഒരു പറയാം മാം വി ഹാഡ് ആൻ ഇഷ്യൂ, ഞങ്ങൾക്ക് കാറ്ററിംഗ് എന്തോ പ്രോബ്ലം ഉണ്ട്. സോ സിൻസ് 10 to 12 days ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. സോ വി കനോട്ട് ഗീവ് ക്യാഷ്, മാമിന് റീഫണ്ട് വരും. ഓക്കെ. കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വെള്ളമുണ്ട്, ചായ, കോഫി, എന്തെങ്കിലും നത്തിങ്. അതിനകത്ത് കുട്ടികളുണ്ട്, ടോഡ്ലേഴ്സ് ഉണ്ട്, കുഞ്ഞുങ്ങളാണ്. 3-3.5 മണിക്കൂറത്തെ ഫ്ലൈറ്റിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും. അവര് ഉദ്ദേശിക്കുന്നത് എന്താ, നീ ആ എയർപോർട്ടിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് അവിടുന്ന് കിട്ടുന്ന ജങ്ക് ഫുഡ് ഒക്കെ വെച്ച് നിന്റെ വയറ് കിടക്കാൻ പാടില്ല. നിന്റെ കുട്ടികൾ ആ ഫുഡ് കഴിച്ച് നിന്റെ കുട്ടികളെ വയറ് കിടാൻ പാടില്ല. അങ്ങനെയായിട്ട് വയറ് കേടായിട്ടുണ്ടെങ്കിൽ നീ അവിടുന്ന് വന്ന് ഹോസ്പിറ്റലിൽ കയറി അഡ്മിറ്റ് ആയി അവിടെ ICU കിടന്ന് ആ ബില്ലാണ് ലാഭം, അത് ഏതാണ് ലാഭം? പിന്നെ നെഗറ്റീവ് ദീപ്തി, എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ ഇറങ്ങിയത് തന്നെ. മോളിൽ കിടന്നിട്ട് ചോദിക്കണ്ടായിരുന്നു അമ്മ വിശക്കാൻ എന്തെങ്കിലും കിട്ടുന്നു. ഒന്നും കിട്ടാനില്ല. ദേ ഹാവ് സം കാറ്ററിംഗ് ഇഷ്യൂ എന്നാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ മനസ്സിലാക്കി കിടത്തി ഇറക്കി. അപ്പൊ ഗവൺമെന്റ് ഉദ്ദേശം എന്താ? സ്പൈസ് ജെറ്റിന്റെ ഉദ്ദേശം എന്താ? നമ്മളെ വിശപ്പറിയണം. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിശപ്പറിയില്ലല്ലോ. നല്ല ഇനിഷ്യേറ്റീവ്. അവർ വിശപ്പറിഞ്ഞ് വളരണ ദീപ്തി അവര്. അണ്ടർസ്റ്റുഡ്. വെരി ഗുഡ് ഇനിഷ്യേറ്റീവ് ബൈ സ്പൈസ് ജെറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സാർ അങ്ങനെ പറഞ്ഞു കി മാം വെയിറ്റ് ചെയ്ത് പ്ലീസ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ പിന്നെയും ചെന്നിരുന്നു. പിന്നെയും പെന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 10-15 minutes കഴിഞ്ഞപ്പോൾ പെൻ കിട്ടി. അത് പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നല്ല വെയിറ്റ് ഉണ്ട് സാറിന്. അപ്പോൾ ഈ കുട്ടിയും ഒരു കയ്യിൽ കുട്ടി ഇരുന്നിട്ട് ഒരു കയ്യിൽ ഇത് സാധനങ്ങളുമായിട്ട് മോളെ നോക്കണം. എൻ്റെ ഇടയ്ക്ക് ഞാൻ നടന്ന് ബെൽറ്റിലേക്ക് പോയി. ബെൽറ്റ് നമ്പർ 8 അവിടെ ചെന്നപ്പം ലഗേജിന് കളക്ട് ചെയ്യാൻ വേണ്ടി നിന്നു. പിന്നെ എനിക്ക് നടന്ന് കുട്ടിയായിട്ട് പോയിട്ട് വന്ന് ട്രോളി എടുക്കാൻ പറ്റില്ല, അത് പുഷ് ചെയ്യണ്ടേ. അപ്പം ഞാൻ എൻ്റെ മോളെ പറഞ്ഞു വിട്ടു, ചെന്ന് ട്രോളി എടുത്തിട്ട് വാ. മോള് സ്മാർട്ടായ കാരണം ചെന്ന് പതിയെ ആൾ പോയി ട്രോളി എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. പിന്നെ ഒരു ലഗേജ് എടുക്കാൻ വേണ്ടി അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ട്, അത് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് വെച്ച് തന്നു. ആത്മനിർഭർ ഭാരത് എന്നാണ് മോദി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ ഒരു കയ്യിൽ ഒരു കുട്ടി, മറ്റേ കയ്യിൽ വേറെ കുട്ടി, ഒരു ബാക്കിൽ ഒരു ബാഗ്, ഫ്രണ്ടിൽ ബാഗ്, തലയിൽ വരെ ബാഗ് വെച്ച് നമുക്ക് നടന്ന് പോയിട്ട് ടോയ്ലറ്റ് എടുത്ത് കൊണ്ടുവരണം. നമ്മളൊന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ. സോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ദീപ്തി. യു ആർ റോങ്. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം എൻ്റെ പോലത്തിന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലെ ബാഗ് ഞാനവിടെ താഴെ വെച്ചു. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചു. തെള്ളാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം അതിനെന്തോ കംപ്ലയിൻ്റ് ആയിരുന്നു ആ ട്രോളിക്ക്. അവിടുത്തെ സ്റ്റാഫ് നിന്ന് അത് വേറെ ട്രോളിയിലേക്ക് എനിക്ക് ആക്കി തന്നു. വേറെ ട്രോളിയിലേക്ക് ആക്കുന്ന സമയത്ത് ആ ഒരു ബാഗ്, അതായത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ പോലത്തിൽ, അതിനെ മറന്നു ആ ഒരു ഇതിൽ. ഞാനപ്പം കസ്റ്റമൊക്കെ ക്ലിയർ ചെയ്ത് വന്ന് പുറത്തിറങ്ങി. അങ്ങേര്
വെരി ടു ബി ഫ്രാങ്ക് വെരി നൈസ്, വെരി ഹംബിൾ. അയാൾ എന്നെ ഗേറ്റ് വരെ കൊണ്ടുപോയി. ഗേറ്റിൻ്റെ അവിടെ ഒരു ജസ്റ്റ് ഒരു 200-300 മീറ്റേഴ്സിൽ അയാൾ സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ട്രോളിയിലോട്ട് നോക്കിയപ്പം ആ പോലത്തെ മിസ്സിംഗ് ആണ്. അപ്പം തന്നെ ഞാൻ അവിടെ ചെന്ന് കൗണ്ടറില്ല, അവിടെ എൻട്രിയുടെ അവിടെ ഒരു CSF പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ് അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ ചെന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു. എനിക്ക് എൻ്റെ ബാഗിന് മിസ്റ്റേക്സ്, അപ്പോൾ ഏത് ഫ്ലൈറ്റാണ് ഇതൊക്കെ ഡീറ്റെയിൽസ് അവരെടുത്തു. പിന്നെ അവർ കോളിംഗ് തുടങ്ങി. എയർലൈൻസിൻ്റെ സ്റ്റാഫ് കയറണം, എനിക്കകത്ത് കയറണം എന്നുണ്ടെങ്കിൽ ടു ബി അക്കംപ്ലനി ചെയ്ത്. അത് ഇൻ്റർനാഷണൽ ടൂർ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഞാൻ പറഞ്ഞു ശരി, വെയിറ്റ് ചെയ്യാം, ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ കുട്ടി വന്ന് കയറി തുടങ്ങി. ഞാൻ പിന്നെ അവിടെ വെയിറ്റ് ചെയ്ത്. കുട്ടിക്ക് ഫാനും ഇല്ല. നമ്മുടെ ഇന്ത്യൻ എയർപോർട്ട്സ് ആർ വെരി ഗുഡ്. ലൈക്ക് മുംബൈ, എത്ര ക്രൗഡഡ് സിറ്റിയാണ് മുംബൈ. എത്ര പേര് ഡെയിലി ബേസിസിൽ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്താണ്. AC ഇല്ല, അകത്തുണ്ട്, അതായത് പുറത്ത് വലിയൊരു ഫാൻ ഇട്ടുണ്ട്. അത് ദൂരെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ കാറ്റ് അവിടെ തന്നെ ആൾക്കാർക്ക് കിട്ടുമെന്ന് സംശയമുണ്ട്. അത്രയും ഒരു ട്രാവലിംഗ് കഴിഞ്ഞ വെച്ചാൽ ഞങ്ങൾ ചൂടെടുത്തിട്ട് അവിടെ നിന്ന് കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തു. ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടില്ല. അത് കണ്ടിന്യൂസ്ലി ഓൺ കോൾ. എയർലൈൻ സ്റ്റാഫ് ബിസിയാണ്, അവർക്ക് ഇപ്പോൾ വരാൻ പറ്റില്ല, ഹാഫ് ആൻ അവർ കഴിയും പറഞ്ഞിട്ട് അങ്ങനെ 7 o'clock വരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എൻ്റെ ലാൻഡിങ് ടൈം വാസ് 4:35. ഓക്കെ, അവർ ഫോൺ എടുത്തു, റെസ്പോണ്ട് ചെയ്തോ ഇല്ലേ? റെസ്പോണ്ട് ചെയ്തു ഒരു വട്ടം. അത് കഴിഞ്ഞ് വീണ്ടും അവർ ഇവിടുന്ന് പറയുവാക്കി കുട്ടിയുണ്ട്, അവരുടെ കയ്യിൽ ഇൻഫൻറ്റ് ഉണ്ട്, അപ്പോൾ സ്പീഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. സ്പൈസ് ജെറ്റിന് ആൾക്കാർ സ്റ്റാഫ് കാണില്ല. അപ്പൊ ദാറ്റ് മീൻസ് സ്പൈസ് ജെറ്റിൽ ഇപ്പൊ വേക്കൻസി ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കാരണം ഫോൺ എടുക്കാൻ പോലെ അവിടെ ആളില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്, പ്ലീസ് അപ്ലൈ ഇറ്റ്. പിന്നെ ആക്ച്വലി എയർലൈൻസ് പൂട്ടേണ്ട സമയം വരുന്നു. ബിക്കോസ് സർവീസ് സ്റ്റാഫ് ഇല്ല, അവർ സർവീസ് ഇല്ല, ഒന്നുമില്ല. സ്പൈസ് ജെറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ 2 ഫീമെയിൽ സ്റ്റാഫിനെ കൊണ്ട് ഒന്നും നടക്കില്ല. അവർ ഗ്രൗണ്ട് സ്റ്റാഫാണ്, എത്ര സംസാരിക്കും, എത്ര പറയും, അവർക്കൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ മോളെ എത്തിയിട്ട് ചെറിയ ആളെ കയ്യിൽ വെച്ചിട്ട് ഞാൻ എൻട്രിയുടെ അവിടെ ചെന്നു. പോലീസുകാരോട് ചോദിച്ചു എനിക്ക് അകത്ത് കയറണം, എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ. ബിക്കോസ് ഓൾറെഡി ഞാൻ 4:35 ലാൻഡ് ചെയ്തതാണ്, എനിക്ക് എൻ്റെ ബാഗേജ് എടുക്കാൻ കയറിയേ പറ്റൂ. അപ്പോൾ അവിടുത്തെ CSF പോലീസ് വെരി എന്താ പറയുക, വെരി നൈസ്, വെരി ഹംബിൾ, അത്രയ്ക്ക് നല്ല ആൾ. യെസ്, എനിക്ക് തോന്നുന്നു വേറെ കണ്ടിട്ടുണ്ടായിരിക്കും. വെരി റൂഡ്, വെരി ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അയാളോട് സംസാരിച്ചു. എനിക്ക് അപ്പം അങ്ങനെ പിന്നെ അതെന്താ മാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ വേറൊരു പോലീസുകാരനെ കൂട്ടിയിട്ട് എന്നോട് അകത്ത് പോകാൻ പറ്റും. ഞാൻ ചെന്നു, അവിടെ കസ്റ്റം ഉണ്ടായിരുന്നു, അങ്ങനെ അലൗഡ് ചെയ്യുന്നതല്ല, അലൗ ചെയ്തു. ഞാൻ എൻ്റെ ബാഗുണ്ട്, അവർ പൊക്കോളാൻ പറഞ്ഞു, കയറ്റി വിട്ടു എന്നെ. ഞാൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്യാൻ ചെന്നപ്പം എൻ്റെ പൊലത്തിന് ഓർമ്മ കിട്ടി. ഏത് കുട്ടിയുടെ മെഡിസിൻ ആണല്ലോ പൊലത്ത്. വേറൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ പെർഫ്യൂം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല ദീപ്തി. കാരണം അവിടെ ഏതൊരു നല്ല മനുഷ്യൻ നിന്നെ കണ്ടു, നിന്റെ സ്ട്രഗിൾ കണ്ടു. ആക്ച്വലി നീ ഇത്രയും സാധനങ്ങൾ പൊക്കി കൊണ്ടുപോകണ്ടേ. നിന്റെ കയ്യിൽ കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്, കുറേ ബാഗ്സ് ഉണ്ട്, കുറേ ട്രോളീസ് ഉണ്ട്. അപ്പോൾ ആ നല്ലവനായ ഉണ്ണി എന്താ ചെയ്ത്, നിന്റെ കുറച്ച് ഭാരം അയാളുടെ മേത്തേക്കെടുത്ത് വെച്ചു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നീ അത് കാണുന്നില്ല, നീ ജഡ്ജിയാണ്, നീ ഞങ്ങളെ ജഡ്ജ് ചെയ്യാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത്. അയാളുടെ നല്ല ശുദ്ധി, അയാളുടെ നല്ല ഉദ്ദേശം നീ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് ആ പെർഫ്യൂം നിനക്ക് ക്യാരി ചെയ്യേണ്ട ആവശ്യം വന്നില്ലല്ലോ. ഇല്ലല്ലോ, ആ പെർഫ്യൂം കിട്ടിയില്ലേ, പോയില്ലേ. ഇപ്പൊ പോയപ്പോൾ നിനക്ക് ആ ക്യാരി ചെയ്യേണ്ട ആവശ്യം വന്നില്ല. യു ആർ സേഫ്. ഗുഡ് തിങ്കിങ്. ഇങ്ങനത്തെ തിങ്കിങ് ആണ് ഇന്ത്യൻസിലുള്ളത്. അതായത് ഞാൻ പറയാം, നീ ആ സാധനം അവിടെ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് നീ എടുത്ത് കൊണ്ടുപോകല്. അത് ആർക്ക് കിട്ടി, അത് എന്റെയാണ്. ആ സാധനം എന്റെയാണ്. അല്ല, ഞാൻ കണ്ട ഞാൻ എടുത്ത് കൊണ്ടും, ഏത് തെണ്ടി കണ്ടോ അടുത്ത് കൊണ്ടുപോയി. ഞാൻ അടുത്ത് കൊണ്ടുപോകും. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കെടുത്തിട്ടത്. ഞങ്ങൾക്ക് അത്രയൊക്കെ ഉള്ളോ. എയർപോർട്ടിലായാലും ബസ് സ്റ്റോപ്പായാലും എവിടെ ആയാലും അവിടെ എന്തെങ്കിലും കണ്ടോ നമ്മളെടുത്ത് അടിച്ച് മാറ്റിയിരിക്കും. മനസ്സിലായല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിന്റെ മറ്റേ ആംഗിൾ നീ കാണുന്നില്ല. അതായത് നിന്റെ കയ്യിൽ ഇത്രയും സാധനങ്ങൾ ഉള്ളപ്പോ അയാളോ അവളോ ആരും അറിയില്ല, അവർ നിന്നെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. മനസ്സിലായില്ലേ. നീ ആലോചിച്ച് നോക്കി, ഇത്രയും സാധനങ്ങൾ ഇടയിൽ നിനക്ക് ആ പെർഫ്യൂമും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ ഔഫ്,
കഷ്ടം. Then ആ സാധനം ദുബൈയിൽ വെച്ച് കാണാതെ പോയിരുന്നെങ്കിൽ ആ ഒരു കൊല്ലത്തിൽ ഐ എം വെരി ഷുവർ, പ്രിറ്റി ഷുവർ, ഒരു ആള് അവിടെ വരുന്ന പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഗ്രൗണ്ട് സ്റ്റാഫ് ആയിക്കോട്ടെ, ദേ വിൽ നോട്ട് ടേക്ക് ഇറ്റ്. അത് ഡയറക്ട്ലി അവര് കൊണ്ട് സബ്മിറ്റ് ചെയ്യും. ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, ഇത്ര ലോക്കൽ സാധനങ്ങൾ അവിടുത്തെ ആൾക്കാർക്ക് വേണ്ട. അവിടെ ഇഷ്ടം പോലെ കാശുണ്ട് തൃപ്തി. ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിൽ എന്താ കാശില്ല? ഞങ്ങളുടെ ഞങ്ങളുടെ ആൾക്കാര് എന്താ നമ്മുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, ചക്കക്കോട്ടം കണ്ട അവസ്ഥയാണ് ഇതൊക്കെ. പെർഫ്യൂം. അങ്ങനെ ആ പെർഫ്യൂം പോയി. പിന്നെ സാർ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് ഇൻ കേസ് നാളെ എന്തെങ്കിലും സാധനം അവിടെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ആ എടുത്ത ആള് ഈ ലോകം വിട്ട് വേറെ രാജ്യത്തെത്തി അവിടുന്ന് ആ സാധനം വിറ്റാൽ നമുക്ക് ആ സാധനം അതിനെ കുറിച്ച് ഒരു ബാക്കപ്പ് ഫോളോ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു മാം മെയിൽ അയച്ചാൽ മതി ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ വെരി സപ്പോർട്ടീവ് ആക്ച്വലി. അവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ആ ഗ്യാപ്പ് കിട്ടേണ്ട ദിപ്തി. അതായത് ആ പെർഫ്യൂം എടുത്ത ആൾക്ക് അവിടുന്ന് കൊണ്ടുപോകണ്ടേ. നീ ഇപ്പൊ പെട്ടെന്ന് CCTV ആക്സസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന ചിലപ്പോ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അതിന് സമയമില്ല ദിപ്തി. നീ എന്ത് പറയണേ? ഞങ്ങൾ കൊറേ പണിയുണ്ട് ഇവിടെ. വെറുതെ ഇരിക്കുന്നില്ല, CCTV നോക്കി ഇരിക്കുന്നില്ല ഞങ്ങൾക്ക് അവിടെ. ആ പെർഫ്യൂമിൽ കൊണ്ട് ആൾക്കാർ പോയിക്കോട്ടെ, ഞങ്ങൾക്ക് അതിനും സമയമില്ല. നിന്റെ സാധനം നീ സൂക്ഷിക്കണം. നോൺസെൻസ്. എന്നിട്ട് ഞങ്ങളിപ്പോൾ മെയിൽ അയച്ചിട്ട് ഇപ്പോൾ രാവിലെ അയച്ച മെയിലാണ്. ഇപ്പോൾ ഓൾറെഡി 5 to 6 hours ആയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസും ഈ നമ്മുടെ ഇന്ത്യൻ എയർപോർട്ട്, അതായത് അഡാനി ഗ്രൂപ്പ്, അവർക്കും അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. അവർക്ക് ഇവിടെ $100 ദിർഹംസിന്റെ എത്ര ആയാലും അവൾക്ക് ഇവരുടെ പെർഫ്യൂം കണ്ടുപിടിക്കല്ല പണി. അവർക്ക് വേറെ പണിയുണ്ട്. ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഞങ്ങൾ ബോൺ ബോട്ട് അപ്പ് ഹിയർ, സ്റ്റേയിങ് ഹിയർ, എവറിത്തിങ് ഈസ് ഹിയർ. അപ്പം നമ്മുടെ ചെറിയൊരു സാധനം ഇവിടെ അടിച്ചു മാറ്റലാണ്. അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഫീലിംഗ് ലൈക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 10 ദിവസം കഴിഞ്ഞ് ഇന്ത്യയിൽ ഞാൻ വന്നപ്പോൾ ഇറിറ്റേഷൻ. ഇപ്പോൾ എനിക്ക് എന്താണ് ഈ കൺട്രി എന്താ പറയുക ഇഷ്ടം, ഓൾ നെഗറ്റീവ് പോയിന്റ്സ് ആർ കമ്മിങ് അപ്പ്. എപ്പോൾ പറഞ്ഞാലും നമുക്ക് ഇവിടുന്ന് പോവാം വേറെ കൺട്രിയിൽ ജോലി നോക്കാം, അവിടെ സെറ്റിൽ ആവാം. സ്റ്റിൽ ഇന്ത്യ എന്ന് പറയുമ്പം നമുക്കൊരു എന്താ പറയുക മദർ ടച്ചാണ്. ബോൺ ആൻഡ് ബോട്ട് അപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നിന്ന് ഇവിടെ തന്നെ മരിക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇന്ത്യൻ അഗേൻസ്റ്റ് പറയാൻ പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങളുടെ അവിടെ ചിലപ്പോൾ സാധനം അടിച്ച് മാറ്റിന്ന് വരും, റോഡ് മോശമായിരുന്നു വരും, ആക്സിഡന്റ് ആയി ആൾക്ക് ചത്തുന്ന് വരും. പക്ഷെ എനിക്ക് ഇന്ത്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞില്ലത് വേണ്ട. യു ആർ ബീങ് ആന്റി നാഷണൽ ഹിയർ. നിന്റെ ഒരു 5 രൂപയുടെ സാധനം പോയിന് നീ ഇന്ത്യക്കാരെ മൊത്തമായിട്ട് അത് ബ്ലാക്ക് സ്പോട്ട് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ എം വെരി സോറി. ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. ഈ വീഡിയോ ഒന്നും തീരില്ല. അപ്പോൾ ഗൈസ് നമുക്കൊരു ഐഡിയ കിട്ടില്ല ഇവിടെ സംഭവിച്ചെന്ന്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ, സിസ്റ്റത്തിന്റെ അവസ്ഥ ഗൈസ്. വെരി ബാഡ് സിസ്റ്റം, വെരി വേഴ്സ് സിസ്റ്റം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അതിൽ ഞാൻ പറഞ്ഞ പോസിറ്റീവ് വേർഷൻ ആയിട്ടാ. ഇവിടെ നെഗറ്റീവ് വേർഷൻ. പക്ഷെ ഐ ഓൾവേസ് ഫോളോ ദി പോസിറ്റീവ് സൈഡ് ഓഫ് എവറിത്തിങ്. അപ്പോൾ നമുക്ക് അതായത് നമുക്ക് കുട്ടികൾക്ക് വിശപ്പ് പറഞ്ഞു, കുട്ടികൾ എയർപോർട്ട് കാണാൻ പറ്റി, ക്ഷമ, പേഷ്യൻസ് പഠിച്ചു, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതുകൂടാതെ അവർക്ക് നമ്മൾ ആക്ച്വലി ബിസിനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. അപ്പോൾ പാർക്ക് ചെയ്തപ്പോൾ സംതിങ് എത്രയോ ഹയർലി ചാർജ് ചെയ്തു. ആ ബിസിനസ് അവർ കിട്ടി. പിന്നെ കുട്ടികൾക്ക് വിശക്കുന്നതുകൊണ്ട് ലാസ്റ്റിൽ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, ആ ബിസിനസ് കിട്ടി. ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു, ആ ബിസിനസ് കിട്ടി. അങ്ങനെ ടോട്ടൽ ബിസിനസ്സാണ്. ഇതൊന്നും കാണുന്നില്ല. അതിന്റെ പോസിറ്റീവ് വേർഷൻ, ജ്യൂസ് വാങ്ങി, അതിന്റെ പോസിറ്റീവ് വേർഷൻ കാണുന്നില്ല. ഇവിടെ എന്തോ അത് പോയി സപ്പോർട്ട് ചെയ്യില്ല. ഇതൊക്കെ എന്ത് ഗൈസ്? നമുക്ക് വേണ്ടത് ബിസിനസ്സാണ്. ബിസിനസ് കിട്ടുന്നുണ്ടോ അവിടെയാണ് ഡെവലപ്മെന്റ് ഉള്ളത്. മനസ്സിലായില്ലേ? നല്ല ഡെവലപ്മെന്റ്. ഇന്ത്യക്ക് ഡെവലപ്മെന്റ് കൊണ്ട് നിൽക്കാൻ സാധ്യമില്ല. നമുക്ക് കണ്ണ് തുറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഡെവലപ്മെന്റ് ആണ് ഇന്ത്യക്ക്. അപ്പോൾ ഗൈസ്, ഡെവലപ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന വേറെ വീഡിയോ പിന്നെ വരാം. ടിൽ ദെൻ ഗുഡ് ബൈ. Goodbye.